70 വർഷം മുമ്പ് നമ്മുടെ ലോകം എങ്ങനെയായിരുന്നു? ഒരു കത്തെഴുതാൻ പേനയെടുത്തവർ, വാർത്തയറിയാൻ അടുത്ത ദിവസത്തെ പത്രം കാത്തിരുന്നവർ, വഴിയറിയാൻ മാപ്പ് നോക്കിയവർ. എന്നാൽ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ലോകമുണ്ട്. കഴിഞ്ഞ 2 ദശകങ്ങൾ സാങ്കേതികവിദ്യയുടെ വിപ്ലവമാണ്. നമ്മുടെ ജീവിതത്തിൽ സാങ്കേതികവിദ്യ വരുത്തിയ ഏറ്റവും വലിയ മാറ്റം ആശയവിനിമയത്തിലാണ്. മൊബൈൽ ഫോണുകൾ സ്മാർട്ട് ഫോണുകളായി മാറിയതോടെ ലോകം ഒരു പോക്കറ്റിലായി. വിദേശത്തുള്ള ബന്ധുവുമായി ഒരു വീഡിയോ കോൾ ഇത് വെറും ഒരു സൗകര്യമല്ല, ബന്ധങ്ങളുടെ നിർവചനം തന്നെ മാറ്റിമറിച്ച മഹത്തായ ഒരു വിപ്ലവമായി മാറി. ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ എങ്ങനെയാണോ ഒരു ഹ്യൂമൻ ബീങ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് ടെക്നോളജിയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മോഡേൺ വേൾഡിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാതെ അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. ഏത് ഫീൽഡിലാണെങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് യൂസ് ചെയ്ത് പറ്റും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതിപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഹെൽത്തിലാണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ മൊബിലിറ്റി അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഇങ്ങനെ ഏത് മേഖലകളിലാണെന്നുണ്ടെങ്കിലും AI വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇന്നത്തെ കാലം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്ത ശേഷം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരു കാരണവശാലും നമുക്ക് കഴിയില്ല. ജോലികളുടെ മുഖച്ഛായങ്ങൾ തന്നെ മാറിമറിഞ്ഞു. ഓഫീസുകൾ വീടുകളിലേക്കും ലാപ്ടോപ്പുകളിലേക്കും പര്യായണം ചെയ്യപ്പെട്ടു. വിവരശേഖരണം മുതൽ ഫാക്ടറി ഉൽപാദനം വരെ AI നിയന്ത്രിക്കുന്നു. AI അൽഗോരിതങ്ങൾ നമ്മൾ മുമ്പ് മണിക്കൂറുകളോളം ചെയ്തിരുന്ന ജോലികൾ നിമിഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുന്നു. ജോലി ചെയ്യുന്ന രീതി മാറുകയാണ്. എന്നാൽ പുതിയ അവസരങ്ങളും കാലം ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ചും സാങ്കേതിക വൈദഗ്ധ്യമുള്ള ജോലികൾ ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ കുറവായിരിക്കും അവിടെ ആവശ്യമുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് ജോലി ചെയ്യേണ്ട സമയത്ത് ഒരു ആൾക്ക് അവിടെ ജോലി, ബാക്കിയുള്ളതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം ആരോഗ്യരംഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. രോഗനിർണയം കൂടുതൽ വേഗത്തിലും കൃത്യതയിലുമായി നടത്താൻ മാനവരാശിക്ക് ഇതിലൂടെ സാധിച്ചു. സ്മാർട്ട് വാച്ചുകൾ നമ്മുടെ ആരോഗ്യം 24 മണിക്കൂറും നിരീക്ഷിക്കുന്നു. അതുപോലെ ഗതാഗത രംഗത്തും AI നിർണായകമായ സ്വാധീനം ചെലുത്തി. GPS മാപ്പുകൾ വഴി നമ്മുടെ യാത്രാസമയം കുറിക്കാനും കണക്കാക്കാനും AI സാധിച്ചു. ഓൺലൈൻ പേയ്മെൻറ്റുകൾ, കൊമേഴ്സ് മുതലായ സംവിധാനങ്ങളിലൂടെ ഇടപാടുകൾക്ക് സുതാര്യതയും വേഗതയും ലഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ സാങ്കേതികവിദ്യ നമ്മുടെ ജീവിതം എളുപ്പമാക്കി. അഡ്വാൻറ്റേജസ് നമുക്ക് പറയാനുള്ളത് ഹെൽത്ത് കെയറിലാണെന്നുണ്ടെങ്കിൽ ഡിസീസ് അതേപോലെ തന്നെ രോഗങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ ഓപ്പറേഷൻ, അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ ബോഡീസ് വെർച്വൽ റിയാലിറ്റിയുടെ നമുക്ക് ഹ്യൂമൻ ബോഡീസ് നമുക്ക് ഉണ്ടാക്കി അതിനകത്ത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട്. ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ലോകം അനുദിനം മുന്നേറിയെങ്കിലും ഈ മുന്നേറ്റങ്ങൾക്കിടയിലും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സാങ്കേതികവിദ്യ നമ്മളെ കൂടുതൽ അടുപ്പിച്ചോ അതോ അകറ്റിയോ? സോഷ്യൽ മീഡിയയിലെ അമിതമായ ഉപയോഗം, നമ്മുടെ സ്വകാര്യ വിവരങ്ങളുടെ സുരക്ഷ, AI നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങളിൽ എത്തിക്സ് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. സാങ്കേതിക വിദ്യയുടെ ഒഴുക്ക് ഇനിയും മുന്നോട്ട് ഗമിക്കുകയാണ്. മെറ്റാവേഴ്സ്, AR, MR, കൂടുതൽ ബുദ്ധിശാലിയായ AI അൽഗോരിതങ്ങൾ. നമ്മുടെ വീടുകൾ ഇനി നമ്മളോട് സംസാരിക്കും. വിദ്യാഭ്യാസം, കൃഷി, കല തുടങ്ങിയ എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനം വർദ്ധിക്കും.
ഈ മാറ്റത്തെ ഭയപ്പെടുകയല്ല, മറിച്ച് ഉത്തരവാദിത്വത്തോടെ സ്വീകരിക്കുകയാണ് നാം ഏവരും വേണ്ടത്. എങ്കിൽ കൂടി AI നമ്മുടെ മോഡേൺ വേൾഡിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. ഏത് മേഖലകളാണെന്നുണ്ടെങ്കിലും, സയന്റിഫിക് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും, എഡ്യൂക്കേഷൻ ഫീൽഡാണെങ്കിലും AI ഇല്ലാതെ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താ പറയുക, ജീവിക്കാൻ പ്രയാസമാണ്. ഒരു ചെറിയൊരു വീട്ടിലാണ് കൂടി അവിടെയും AI, ഒരു വാഷിംഗ് മെഷീനോ അതല്ലെങ്കിൽ നമുക്ക് വാക്വം ക്ലീനറോ അങ്ങനെയുള്ള എല്ലാം, ഏത് ചെറിയ മെഷീൻ പോലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം AI-യുടെ സപ്പോർട്ടോടെ ഇന്നത്തെ കാലത്ത് വർക്ക് ചെയ്യുന്നത്. ഒരു സ്മാർട്ട് ഫോമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം യൂസ് ചെയ്യുന്നതെല്ലാം ഈ AI. അപ്പോൾ AI മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. എങ്കിൽ കൂടി നമുക്ക് AI-യുടെ ഡിസഡ്വാൻറ്റേജ്, നേരത്തെ പറഞ്ഞ ഡിസഡ്വാൻറ്റേജ് മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് നമുക്ക് ഇന്നത്തെ അല്ലെങ്കിൽ മോഡേൺ വേൾഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കഴിഞ്ഞ 2 ദശകങ്ങളിൽ നമ്മൾ കണ്ടത് മനുഷ്യൻ്റെ ബുദ്ധിയും യന്ത്രങ്ങളുടെ ശക്തിയും ചേർന്നുള്ള ഒരു നൃത്തമാണ്. മാറ്റം ഒരു തുടർച്ചയാണ്. നമ്മൾ അതിനോടൊപ്പം ഒഴുകണം. സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപകരണം മാത്രമായിരിക്കണം. നമ്മൾ അതിൻ്റെ അടിമകളായി മാറരുത്. ഈ ലോകം നമ്മുടേതാണ്. അതിൻ്റെ ഭാവിയും നമ്മുടെ കൈകളിലാണ്.